ഹായ് നമസ്കാരം, ഞാൻ സോണിയ അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെരി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി നോക്കാം. ഒരു ശ്രീലങ്കൻ റെസിപ്പിയാണ് കേട്ടോ. പക്ഷേ ചോറിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ അടിപൊളി ഒരു സൈഡ് ഡിഷാണ്. നല്ല എരിവും പുളിയൊക്കെ ഉള്ളൊരു കറിയാണ്. അതായത് വെളുത്തുള്ളി കുഴമ്പ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചു. പാൻ നന്നായി ചൂടായിട്ട് വന്നപ്പോഴേക്ക് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചത്. അപ്പോൾ ഇതിലേക്ക് ഓയിൽ നന്നായി ചൂടായി വന്നപ്പോഴേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് കടുക്, 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. അതായത് നല്ലെണ്ണ ഒരു 2.5 ടേബിൾ സ്പൂണോളം വേണം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയും ഉള്ളിയും നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അതിന് ആവശ്യമായിട്ടുള്ള എണ്ണ വേണം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുത്തു. അപ്പോൾ കടുകും ഉലുവയും ജീരകവും ഒക്കെ ഈ ഓയിലിൽ കിടന്ന് നന്നായിട്ട് മരിഞ്ഞ് വന്നപ്പോഴേക്ക് 1 കറിവേപ്പില കൂടെയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് 2 വറ്റൽമുളക് കൂടി മുറിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മരിഞ്ഞ് വരട്ടെ. ഇനി ഇതിന് നമുക്ക് കറിയിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ചേർക്കുന്നത് കുരുമുളകാണ്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഞാനിങ്ങനെ ചതച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കുരുമുളകിൻ്റെ ഒരു നല്ലൊരു മണം കറിയിലുണ്ടാവണം. അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. വെളുത്തുള്ളി നന്നായിട്ട് മൊരിഞ്ഞ് വരണം. എങ്കിലേ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരണം കറി. എങ്കിലേ നമുക്ക് കറിയല്ല വെളുത്തുള്ളി, എങ്കിലേ നമുക്ക് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇതിലേക്ക് ഒരു 3-4 ചെറിയുള്ളി, അതും ഇതുപോലെ തന്നെ കനം കുറച്ച് അരിഞ്ഞെടുത്തത്. ചെറിയുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൊരിഞ്ഞ് പച്ചമണമൊക്കെ മാറി വന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ചേർക്കാൻ. ഇതിലേക്ക് ഇപ്പോൾ എരിവിന് ആവശ്യമായിട്ടൊരു 4-5 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തു. പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടൊന്നും 2ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ മുറിച്ചിട്ടില്ല, ഒന്നായിട്ട് തന്നെ ഇട്ടു. ഇതൊന്ന് വഴന്ന് വരാൻ ആവശ്യമായിട്ട് നമുക്കൊരൽപ്പം ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന് കിട്ടും. ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചാൽ ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് പതിയെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. കണ്ടോ, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നല്ല കളർ ചേഞ്ചായിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കണം. തക്കാളി ഞാനിപ്പോൾ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു വലുതാണെങ്കിൽ പകുതി മതിയാകും. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ തക്കാളി ഒന്ന് വഴന്ന് വരട്ടെ. 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ തക്കാളി കുഴ കിട്ടും. വെളുത്തുള്ളി കുഴമ്പുണ്ടാക്കാൻ ഉപയോഗിച്ച എണ്ണ ഏത്? ഓപ്ഷൻ എ വെളിച്ചെണ്ണ, ഓപ്ഷൻ ബി കടുകെണ്ണ, ഓപ്ഷൻ സി നല്ലെണ്ണ. അപ്പോൾ ശരി ഉത്തരം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെയോ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഭക്ഷണശാല കോൺടെസ്റ്റിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഇതുവരെ ഉത്തരങ്ങൾ അയക്കാത്തവർ മുന്നേയുള്ള വീഡിയോ കണ്ട് ഉത്തരങ്ങൾ അയക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി ഇതിലേക്ക് ഒരല്പം എന്ന് പറഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, റെഡ് ചില്ലി പൗഡർ, അതായത് മുളക് പൊടി ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഒരല്പം മുളക് പൊടി കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. തക്കാളി നന്നായിട്ട് കുക്കായതിന് ശേഷം മാത്രമേ നമുക്ക് പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഞാൻ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിന് വാളൻപുളി ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളി പുറത്തുനിന്ന് വാങ്ങുന്ന പുളിയൊക്കെ ആണെങ്കിൽ ഒരു അരിപ്പയിലൂടെ അരിച്ച് തന്നെ എടുക്കണം. ഞാനിപ്പോൾ ഇത് വീട്ടിൽ തന്നെ എടുത്ത് ക്ലീനാക്കി വെച്ചിരുന്ന പുളി ആയതുകൊണ്ടാണ്. അപ്പോൾ എങ്കിൽ പോലും ഞാനിത് വെള്ളത്തിലിട്ട് കുതിർത്ത് ഇങ്ങനെ അരിച്ച് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ പുളിയൊക്കെ എടുക്കുമ്പോൾ അതിൽ മണ്ണങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് വേണം ഒഴിക്കാൻ. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ തിളച്ച് കുറുകി ഇതിൻ്റെ മുകളിൽ ഓയിലൊക്കെ തെളിഞ്ഞ് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇതിലേക്ക് നമുക്ക് ടേസ്റ്റിനായിട്ട് 1
ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കേട്ടോ. ശർക്കര ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആയാലും കുഴപ്പമില്ല. പക്ഷേ ശർക്കരയോ പഞ്ചസാരയോ ചേർക്കണമെങ്കിൽ നമ്മുടെ ഈ കറിയുടെ ആ ഒരു റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അതായത് പുളിയും ഉപ്പും അതിൻ്റെ ഒപ്പം തന്നെ അതിനൊരു ചെറിയൊരു മധുരം കൂടിയുള്ളതാണ് ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി കുഴമ്പ് നന്നായിട്ട് തിളച്ച് കുറുകി വറ്റി വന്നിട്ടുണ്ട് കണ്ടോ. അതുപോലെ കറിയിൽ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകണം എങ്കിൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ അടിപൊളി വെളുത്തുള്ളി കുഴമ്പ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്